1 മീറ്റർ ആരമുള്ള ഒരു വൃത്തമാണിത് എന്ന് കരുതുക. ഇതിലെ ഈ സ്ഥാനത്ത് നിന്ന് തുടങ്ങി വൃത്തത്തിലൂടെ സഞ്ചരിക്കുന്ന ബിന്ദുവാണ് എ. ഒരു തവണ സഞ്ചരിച്ച് തുടങ്ങിയ സ്ഥാനത്ത് തന്നെ എത്തിച്ചേരുമ്പോൾ എ തിരിഞ്ഞ കോണളവ് എത്രയായിരിക്കും? 360 ഡിഗ്രി അല്ലേ? ഈ 360 ഡിഗ്രി തിരിയുമ്പോൾ എ സഞ്ചരിച്ച ദൂരം എത്രയാണ്? അത് വൃത്തത്തിന്റെ ചുറ്റളവിന് തുല്യമാണ്. ആരം 1 മീറ്റർ ആയതിനാൽ സഞ്ചരിച്ച ദൂരം 2 പൈ മീറ്റർ ആണ്. 360 ഡിഗ്രി തിരിയുമ്പോൾ സഞ്ചരിച്ച ദൂരം 2 പൈ മീറ്റർ ആണെങ്കിൽ 1 ഡിഗ്രി തിരിയുമ്പോൾ സഞ്ചരിച്ച ദൂരം എത്രയായിരിക്കും? 2 പൈ ബൈ 360. എങ്കിൽ 30 ഡിഗ്രി തിരിയുമ്പോൾ സഞ്ചരിച്ച ദൂരം എത്രയാണ്? 2 പൈ ബൈ 360 ഗുണിക്കണം 30. 90 ഡിഗ്രി തിരിയുമ്പോഴോ 2 പൈ ബൈ 360 ഗുണിക്കണം 90. എങ്കിൽ എക്സ് ഡിഗ്രി തിരിഞ്ഞാലോ സഞ്ചരിക്കുന്ന ദൂരം 2 പൈ ബൈ 360 ഗുണിക്കണം എക്സ് ഡിഗ്രി ആയിരിക്കും. വൃത്തത്തിന്റെ ആരം r ആയാൽ അതിന്റെ ചുറ്റളവ് 2 പൈ r ആണ്. അപ്പോൾ 360 ഡിഗ്രി തിരിയുമ്പോൾ എ സഞ്ചരിക്കുന്ന ദൂരം 2 പൈ r ആണ്. അതിനാൽ എക്സ് ഡിഗ്രി തിരിയുമ്പോൾ സഞ്ചരിക്കുന്ന ദൂരം 2 പൈ r ബൈ 360 ഗുണിക്കണം എക്സ് ഡിഗ്രി ആണ്. ഇതിനെ 2 പൈ r ഗുണിക്കണം എക്സ് ബൈ 360 ഡിഗ്രി എന്നും പറയാം. ഇവിടെ എ എന്ന ബിന്ദു വൃത്തകേന്ദ്രത്തെ ആസ്പദമാക്കി തിരിയുന്നതിനാൽ എക്സ് ഡിഗ്രിയെ കേന്ദ്രകോൺ എന്ന് വിളിക്കാം. എയുടെ സഞ്ചാരപാതയെ വൃത്തഭാഗത്തിന്റെ നീളം അഥവാ ചാപനീളം എന്നും പറയാം. എക്സ് ഡിഗ്രി തിരിയുമ്പോൾ സഞ്ചരിക്കുന്ന ദൂരം 2 പൈ r ഗുണിക്കണം എക്സ് ബൈ 360 ഡിഗ്രി ആണെന്ന് കണ്ടു. അതായത് ചാപത്തിന്റെ കേന്ദ്രകോൺ 360 ഡിഗ്രിയുടെ എത്ര ഭാഗമാണോ വൃത്തത്തിന്റെ ചുറ്റളവിന്റെ അത്രയും ഭാഗമാണ് ചാപത്തിന്റെ നീളം.